ഇന്ന് എൻ്റെ ഒരേ ഒരു നാത്തുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ തലേന്ന് രാത്രി തന്നെ ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് രാത്രി 11:15 ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോയി. അവളുടെ ഹസ്ബൻഡിന്റെ വീട് കതിരൂരാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രാത്രി കേക്കൊക്കെ വാങ്ങി അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു 12 മണിയോട് കൂടി ഞങ്ങൾ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ അടുത്തുള്ള വീട്ടിലെ അളിയന്റെ കസിൻസ് ഒക്കെ ചൂട് കാരണം എല്ലാവരും പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ കൂടെ അവരും പോന്നു. വീട്ടിൽ അളിയൻ ഉണ്ടായിരുന്നില്ല, അളിയൻ ഡ്യൂട്ടിയിലായിരുന്നു. പക്ഷെ ഞങ്ങൾ അളിയനെ നേരത്തെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. അവർ വാർത്തയൊക്കെ കണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ ആയിട്ട് അവളുടെ റൂമിലേക്ക് പോയി. ഇങ്ങനെ ഒരു വരവ് കുക്കു ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവളുടെ റിയാക്ഷൻ കാണാൻ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു. ഞങ്ങളെ കണ്ടത് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു വരവ്. സാധാരണഗതിയിൽ ജിതി 12 മണിയാകുമ്പോൾ അവളെ വിളിക്കാറാണ് പതിവ്. ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു കേക്ക് കൊണ്ടുവന്ന് മുറിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. ആള് വന്ന് കരഞ്ഞ് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് ജിതിയുടെ ടീഷർട്ടിലൊക്കെ കേക്കൊക്കെ പറ്റി. സാധാരണഗതിയിൽ കേക്ക് മുറിക്കാൻ മുന്നിൽ നിൽക്കുന്ന ആൾ ഇന്ന് ഉറക്കച്ചടവിലായതുകൊണ്ട് നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. എന്നാലും ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ കേക്ക് കൊണ്ട് വന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കുക്കു തന്നെ അവിടെയുള്ള കസിൻസിനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളായിരിക്കും എപ്പോഴും എല്ലാവർക്കും ഓർത്ത് വെക്കാനുണ്ടാവുക. നമ്മുടെ ലൈഫിൽ പണം കൊടുത്ത് കിട്ടുന്നതിനേക്കാൾ വലുതായിട്ട് ഇങ്ങനെ ചില നല്ല നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവർക്കും നമുക്കും എല്ലാ കാലത്തും ഓർത്തിരിക്കാൻ നല്ല ചില നിമിഷങ്ങൾ സമ്മാനിക്കുക. അങ്ങനെ നമ്മൾ കുക്കുവിന്റെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിച്ച് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ ബൈ.